ചിലർ പറയുന്ന കാര്യങ്ങളാണ്, ഈ പണത്തിലൊക്കെ എന്തിരിക്കുന്നു, പണം മാത്രം മതിയോ, കുടുംബം വേണ്ടേ, കൂട്ടുകാർ വേണ്ടേ, നാട്ടുകാർ വേണ്ടേ, നിങ്ങൾ പണത്തിന് പുറകെ പോകാൻ പാടില്ല എന്നൊക്കെ. കാര്യങ്ങളൊക്കെ ശരിയാണ്, എല്ലാം വേണം, എല്ലാവരും വേണം, പണത്തിന് പണം തന്നെ വേണം പ്രിയപ്പെട്ടവരെ. മറ്റ് തിയറികളൊക്കെ പണമില്ലാത്തവർ അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ വയ്യാത്തവർ പറയുന്ന മുട്ടുന്യായങ്ങളാണ്. നിങ്ങൾ അതിലൊന്നും ചെന്ന് വീഴരുത്. ഇപ്പോൾ നിങ്ങളുടെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആരെങ്കിലും ഹോസ്പിറ്റലൈസ് ആയെന്ന് വെക്കുക, അവിടെ ഇത്ര ലക്ഷം രൂപ വേണം ഓപ്പറേഷന്. അവിടെ പൈസയല്ലാതെ നമ്മൾ ഈ ഫിലോസഫിയും പൊക്കി പിടിച്ചുകൊണ്ട് ചെന്നാൽ ആർക്ക് പോയി? ഈ ഉപദേശിച്ചവനോ? ഈ ഉപദേശി പറയുന്നതൊക്കെ അവർക്ക് പണം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം തട്ടിവിടുന്നതാണ്. വലിയ കോടീശ്വരന്മാരാരെങ്കിലും പണം വെറുതെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം പണത്തിൻ്റെ വാല്യൂ അവർക്കറിയാം. അളന്ന് ചിലവാക്കണമെന്നാണ് പറയുക. പണം കയ്യിലുണ്ടോ, നിങ്ങളെ ആൾക്കാർ ബഹുമാനിക്കും. ഇതൊരു നഗ്ന സത്യം തന്നെയാണ്. പണമില്ലാത്തവനെ കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഒരു വിലയും ആരും കൊടുക്കില്ല. പണം മാത്രമാണ് എല്ലാം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പണവും വേണം എന്നാണ് പറഞ്ഞത്. ആദ്യ പ്രയോറിറ്റി ഹെൽത്തിനാണ്, രണ്ടാമത്തെ പ്രയോറിറ്റി ബന്ധങ്ങൾക്കാണ്, മൂന്നാമത്തേത് പണത്തിന് തന്നെയാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പണം. അതല്ലാതെ പറയുന്നവരുടെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കാൻ പോകരുത്. നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുന്ന അത്രയും പണം നിങ്ങളുണ്ടാക്കുക, നല്ല മാർഗത്തിലൂടെ കേട്ടോ. തുറക്കട്ടെ മനസ്സുകൾ.